കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. അതിനു മുന്നേ ക്രെഡിറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു സബ്ജക്ട് ഒരു സ്റ്റുഡന്റ് പഠിക്കാൻ എടുക്കുന്ന സമയം, എഫേർട്ട്, അതുകൂടാതെ ഒരു ടീച്ചർ ഒരു സബ്ജക്ട് പഠിപ്പിക്കാൻ എടുക്കുന്ന സമയവും എഫേർട്ടും അടിസ്ഥാനമാക്കിയാണ് ഓരോ സബ്ജക്റ്റും യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ്സ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ പാസ്സായ ക്രെഡിറ്റ്സിന് പുതിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും നഷ്ടപ്പെട്ട ക്രെഡിറ്റ്സിന് ആനുപാതികമായ പേപ്പേഴ്സ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ക്ലിയർ ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഒരു റെഗുലർ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ എക്സാമിനേഷൻസ് എല്ലാം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സെന്റർ വഴിയോ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. UGC അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റികൾക്കാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ പ്രോഗ്രാം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോളിസി റിലീസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് മാത്രം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. നിലവിൽ 50% തൊട്ട് 75% വരെയുള്ള ക്രെഡിറ്റ്സ് നിങ്ങൾ മുന്നേ പഠിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നേടിയിരിക്കണം. നിങ്ങളുടെ പുതിയ യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് ഷീറ്റിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നും നിങ്ങൾ പഠിച്ചിരിക്കുന്ന മുന്നത്തെ യൂണിവേഴ്സിറ്റിയുടെ പേരും കൃത്യമായി മെൻഷൻ ചെയ്യണം. ഒരു റെഗുലർ ഡിഗ്രി അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിഗ്രി അബ്രോഡ് ഉള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ആ പീരീഡ് ഓഫ് സ്റ്റഡീസ് സ്റ്റുഡന്റ് നാട്ടിലുണ്ടായിരിക്കണം. അബ്രോഡ് ഡിഗ്രി എത്രത്തോളം പോസിബിൾ ആണ്, അറ്റസ്റ്റേഷൻ ആൻഡ് വെരിഫിക്കേഷൻ, ഇതിനെ കുറിച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.